എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 29ാമത്തെ സർഗം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ശ്രീരാമൻ ബ്രഹ്മർഷിയായിട്ടുള്ള വിശ്വാമിത്രനോട് പല പല ചോദ്യങ്ങളും ചോദിക്കുകയാണ് ചെയ്തത്. മുൻപിൽ കാണുന്ന സുന്ദരമായിട്ടുള്ള തപോവനം ആരുടെയാണ്, വിശ്വാമിത്രൻ്റെ യാഗസ്ഥലം എവിടെയാണ് തുടങ്ങിയിട്ട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതിനുള്ള മറുപടികളൊക്കെയാണ് ഈ ഒരു സർഗത്തിൻ്റെ ആരംഭത്തിൽ നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് ആദ്യം 1ാമത്തെ ശ്ലോകം നോക്കാം. അധ തസ്യ പ്രമേയസ്യ വചനം പരിവൃച്ഛത വിശ്വാമിത്രോ മഹാതേജ വ്യാഖ്യാതുമുപചക്രമേ. അധ അനന്തരം തസ്യ അപ്രമേയസ്യ പരിവൃച്ഛത തസ്യ അപ്രമേയസ്യ പല പല ചോദ്യങ്ങളും ചോദിക്കുന്നവനായ പരിവൃച്ഛത തസ്യ അപ്രമേയസ്യ അപ്രമേയൻ എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റാത്ത അത്രയ്ക്ക് വീര്യം ബലം പ്രതാപമൊക്കെ ഉള്ളവനായിട്ടുള്ള ശ്രീരാമൻ. അപ്രമേയ എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റാത്തവൻ എന്നർത്ഥം. ശ്രീരാമൻ്റെ വിശേഷണമായിട്ടോ പര്യായമായിട്ടൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ശ്രീരാമൻ്റെ വചനം ശ്രുത്വ കേട്ടിട്ട് എന്ത് ചെയ്തു? വിശ്വാമിത്രോ മഹാതേജ വ്യാഖ്യാതും ഉപചക്രമേ. മഹാതേജസ്വിയായിട്ടുള്ള വിശ്വാമിത്രൻ ഈ പറഞ്ഞ ആശ്രമം ആരുടെയാണ് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ ആരംഭിച്ചു. വ്യാഖ്യാതും ഉപചക്രമേ വ്യാഖ്യാനിക്കുവാൻ ആരംഭിച്ചു. ഏതാണ് ഈ ആശ്രമം എന്ന് പറയുകയാണ്. ആദ്യം തന്നെ 2ാമത്തെ ശ്ലോകം നോക്കാം. ഇഹ രാമ മഹാബാഹോ വിഷ്ണുർദേവ നമസ്കൃത വർഷാണി സുബഹൂനീഹ തഥാ യുഗശതാനി ച. അടുത്ത ശ്ലോകം കൂടി നോക്കാം. തപശ്ചരണയോഗാർത്ഥമുവാസ സുമഹാതപാഃ ഏഷ പൂർവാശ്രമോ രാമ വാമനസ്യ മഹാമുനേ. ഇഹ രാമ മഹാബാഹോ. മഹാബാഹോ രാമ, മഹാബാഹുവായിട്ടുള്ള അല്ലയോ ശ്രീരാമ. ഇഹ ഇവിടെയാണ്. ഇതൊരു പ്രസിദ്ധമായിട്ടുള്ള ആശ്രമമാണ്. അതാണ് വിഷ്ണുർദേവ നമസ്കൃത. ദേവന്മാരെല്ലാവരും വന്ന് നമസ്കരിക്കുന്നവനായ ആ വിഷ്ണു ഭഗവാൻ, പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണു. വർഷാണി സുബഹൂനി ഇഹ തഥാ യുഗശതാനി ച തപശ്ചരണയോഗാർത്ഥം ഉവാസ. സുബഹൂനി വർഷാണി, കുറേ അധികം. സുബഹു എന്ന് പറഞ്ഞാൽ എണ്ണിയാലൊന്നും ഒടുങ്ങാത്ത അത്രയ്ക്ക്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്രയ്ക്കധികം വർഷങ്ങൾ, അത്രയ്ക്കധികം യുഗങ്ങൾ. യുഗശതങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100 കണക്കിന് യുഗങ്ങൾ. ചതുർയുഗങ്ങൾ നമുക്കറിയാം. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അതൊക്കെ തന്നെ എത്രയോ വർഷങ്ങൾ ചേർന്നാലാണ് ഒരു യുഗമാവുക. അങ്ങനത്തെ 100 കണക്കിന് യുഗങ്ങളും ഒക്കെ തപശ്ചരണയോഗാർത്ഥം ഉവാസ. ഭഗവാൻ മഹാവിഷ്ണു തപസ്സു ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താമസിക്കേണ്ടായി. അതുകൊണ്ട് തന്നെ ഭഗവാനെ പറയാണ് സുമഹാതപാഹ. സുമഹാ എന്നൊക്കെ പറയുന്നത് ആ തപസ്സിൻ്റെ ശ്രേഷ്ഠത, കാഠിന്യമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെയധികം കാലം കഠിനമായിട്ട് മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകാതെ അവനവനിൽ തന്നെ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് തപസ് ചെയ്യായിരുന്നു. ആരാണ് തപസ് ചെയ്തത്? ഭഗവാൻ മഹാവിഷ്ണു. ഏതു രൂപത്തിലായിരുന്നു? അതാണ് പറയണത്. ഏഷ പൂർവാശ്രമോ രാമ വാമനസ്യ മഹാത്മന. വാമനമൂർത്തിയുടെ പൂർവാശ്രമം, അതാണ് ഈ തപോവനം. അതിൻ്റെ സൗന്ദര്യമാണ് നമ്മളിവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്തെത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. മഹാത്മാവായിട്ടുള്ള വാമനമൂർത്തിയുടെ ആശ്രമമാണ് ഇത്. ഭഗവാൻ മഹാവിഷ്ണു വാമനമൂർത്തിയായി തീർന്നിട്ട് കുറേ അധികം കാലം തപസ് ചെയ്യുകയൊക്കെ ഉണ്ടായി. നമ്മൾ കഥകളിൽ കേട്ടിരിക്കുന്നത് ആദ്യമേ തന്നെ മഹാബലിയുടെ യാഗവും ആ യാഗത്തിൻ്റെ സമയത്ത് അവിടേക്ക് വരുന്നവനായിട്ടുള്ള വാമനമൂർത്തിയെ പറ്റിയിട്ടുമാണ്. പക്ഷേ വാമനമൂർത്തി ആദ്യമേ തന്നെ ഉണ്ടായിട്ടുണ്ട്. മഹാബലിയുടെ ജന്മത്തിന് മുമ്പ് തന്നെ വാമനമൂർത്തിയുണ്ട്. വാമനമൂർത്തി ആദ്യമേ തന്നെ മഹാബലിയുടെ ദർപ്പം അകറ്റാൻ വേണ്ടിയിട്ട് ചെല്ലുമെന്നല്ല ഉണ്ടായത്. പിന്നെന്താണ്? കുറേ കാലം കഠിനമായിട്ടുള്ള തപസ് ചെയ്തു. അതിവിടെയാണ് നടത്തിയത്. അതിൻ്റെ ശാന്തതയും സൗന്ദര്യവുമൊക്കെയാണ് ആ തപോവനത്തിൽ കാണാൻ പറ്റുന്നത്. ഏഷ പൂർവാശ്രമ, വാമന മഹാമൂർത്തിയുടെ പൂർവാശ്രമമാണ്
ഈ ആശ്രമം അല്ലെങ്കിൽ ഈ തപോവനം എന്നാണ് വിശ്വാമിത്രൻ ശ്രീരാമനും ലക്ഷ്മണനും പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് 4ാമത്തെ ശ്ലോകം നോക്കാം. സിദ്ധാശ്രമ ഇതി ഖ്യാത സിദ്ധോ ഹ്യത്ര മഹാതപാഃ ഏതസ്മിന്നേവ കാലേതു രാജാ വൈരോചനിർബലി നിർജിത്യ ദൈവതഗണാൻ സേന്ദ്രാൻ സഹമരുദ്ഗണാൻ കാരയാമാസ തദ്രാജ്യം ത്രിഷു ലോകേഷു വിശ്രുത. 4ഉം 5ഉം ഒരുമിച്ച് ചൊല്ലിയാലേ അർത്ഥബോധം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചൊല്ലിയത്. ആ ആശ്രമത്തിന് അന്നത്തെ കാലം മുതൽക്ക്, അതായത് വാമനമൂർത്തി ഇരുന്ന് തപസ് ചെയ്ത കാലം മുതൽക്ക് അതിനൊരു പേര് കിട്ടി. അതിൻ്റെ പേരാണ് സിദ്ധാശ്രമം എന്ന്. വിശ്വാമിത്രൻ്റെ ആശ്രമം തന്നെയാണത്. വിശ്വാമിത്രൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും കൊണ്ടുപോകുന്നത് സിദ്ധാശ്രമത്തിലേക്കാണ്. പക്ഷേ സിദ്ധാശ്രമത്തിന് ആ പേര് കിട്ടിയത് വിശ്വാമിത്രനിൽ നിന്നൊന്നുമല്ല, വാമനമൂർത്തിയിൽ നിന്നാണ് എന്നുള്ളതാണ് ഇവിടെ പറയണത്. അതാണ് സിദ്ധാശ്രമ ഇതി ഖ്യാതഃ. ഈ ആശ്രമം സിദ്ധാശ്രമം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. എന്തുകൊണ്ട്? സിദ്ധോഹ്യത്ര മഹാതപാഃ. ആ മഹാതപസ്വിയായിട്ടുള്ള വാമനമൂർത്തി ഈ ആശ്രമത്തിൽ വച്ചിട്ടാണ് സിദ്ധത്വം കൈവരിച്ചത്, സിദ്ധനായി മഹാസിദ്ധനായി തീർന്നത്. അദ്ദേഹത്തിന് പിന്നീടാണ്, അതിനുശേഷമാണ് മഹാബലിയുടെ ദർപ്പം കളയാനൊക്കെ ആയിട്ട് നർമ്മദാ തീരത്തുള്ള യജ്ഞസ്ഥലത്തേക്കൊക്കെ പോണത്. ആദ്യമേ തന്നെ എല്ലാ കഴിവുകളും സിദ്ധമായിട്ടുള്ള ഒരാളൊന്നും അല്ല വാമനമൂർത്തി എന്നാണ് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുക. കുറേ കാലത്തെ തപസ്സുകൊണ്ടാണ് മഹാബലിയെയൊക്കെ അമർച്ച ചെയ്യാൻ ഭഗവാൻ വാമനമൂർത്തിക്ക് സാധിച്ചത്. അങ്ങനെ അവിടെ വെച്ച് സിദ്ധി ലഭിച്ചത് കൊണ്ടാണ് ആ ആശ്രമത്തിന് സിദ്ധാശ്രമം എന്ന് പേര് വന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത കഥയിലേക്ക് കടക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥ, വിരോചനൻ്റെ പുത്രനായിട്ടുള്ള മഹാബലിയുടെ കഥ. ഏതസ്മിന്നേവ കാലേ, ഈ കാലത്ത് തന്നെയാണ്, അതായത് വാമനമൂർത്തി ഈ ആശ്രമത്തിലിരുന്ന് തപസ് ചെയ്യുന്ന ഏതാണ്ട് അതേ കാലത്ത് വാമനമൂർത്തിക്ക് സിദ്ധിയൊക്കെ കൈവന്നതിന് ശേഷം ആണ് അവിടെ ഒരു രാജാവ് വളരെ കേമമായിട്ട് രാജ്യം ഭരിക്കാൻ ആരംഭിച്ചു. അതാണ് വൈരോചനിഹി ബലി രാജ. രാജാവായിട്ടുള്ള വൈരോചനിർ ബലി. ബലി, മഹാബലി. വൈരോചനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരാണ്. അച്ഛൻ്റെ പേര് വിരോചനൻ എന്നാണ്. വിരോചനൻ്റെ പുത്രൻ വൈരോചനി. കാർത്തവീര്യാർജുനൻ എന്നുള്ള ദിക്കിൽ കാർത്തവീര്യൻ എന്നുള്ള വാക്കുണ്ടാവുന്നത് കൃതവീര്യൻ എന്ന് പറഞ്ഞ ആളുടെ പുത്രനായതുകൊണ്ടാണ് കാർത്തവീര്യൻ. അതൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്നതായിട്ടുള്ള ഇനീഷ്യൽസാണ്. അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പേര്, അമ്മയുടെ പേര്, അങ്ങനെയൊക്കെ അറിയപ്പെടുന്നവരുണ്ട്. അക്രൂരനെ നമ്മൾ അറിയണത് ഗാന്ധിനേയൻ എന്നാണ്. ഗാന്ധിനി എന്നുള്ളത് അക്രൂരൻ്റെ അമ്മയുടെ പേരാണ്. ഗാന്ധിനേയനാണ് അക്രൂരൻ. അച്ഛൻ്റെ പേരല്ല അവിടെ വരണത്. അങ്ങനെ അമ്മമാരുടെ പേരിലും അച്ഛന്മാരുടെ പേരിലും കുട്ടികൾ അറിയപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് പണ്ടത്തെ കാലത്ത് അച്ഛന്മാരുടെ പേരിൽ ആണ് അധികവും അറിയുക. അച്ഛൻ അല്ലെങ്കിൽ മുത്തച്ഛന്മാരുടെയൊക്കെ പേരിലറിയും. സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്നവർ പൊതുവേ കുറവാണ്, എന്നാലും ഉണ്ട്. അപ്പോൾ ഇവിടെ പറയാണ്, വിരോചനൻ്റെ പുത്രനായിട്ടുള്ള മഹാബലി എന്തു ചെയ്തു? നിർജിത്യ ദൈവതഗണാൻ സേന്ദ്രാൻ സഹമരുദ്ഗണാൻ. ദേവന്മാരെയും ഇന്ദ്രനെയും മരുത്തുക്കളെയും ഒക്കെ അങ്ങോട്ട് തോൽപ്പിച്ചു. ദേവന്മാരെ മുഴുവനും തോൽപ്പിച്ചു. അതാണ് നിർജിത്യ, അവരെ മുഴുവനും തോൽപ്പിച്ചിട്ട് ദൈവതഗണാൻ സേന്ദ്രാൻ സഹമരുദ്ഗണാൻ. ഇവരൊക്കെ ഒരൊറ്റക്കെട്ടാണ്. ഇന്ദ്രൻ, മരുത്തുക്കള്, മറ്റ് ദേവന്മാരെല്ലാവരും ഒരുമിച്ചാണ് അസുരഗണങ്ങളെയൊക്കെ തോൽപ്പിക്കാനായിട്ട് പോവുക. ഇവിടെ മഹാബലി എന്ത് ചെയ്തു? നേരിട്ട് ഇന്ദ്രനെയും ദേവന്മാരെയും മരുത്തുക്കളെയും ഒക്കെ ആക്രമിച്ചിട്ട് തോൽപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ രാജ്യം ഉണ്ടല്ലോ, കാരയാമാസ തദ്രാജ്യം, ആ മഹാബലിയുടെ രാജ്യത്തെ എന്താക്കി തീർത്തു? ത്രിഷു ലോകേഷു വിശ്രുത കാരയാമാസ. 3 ലോകങ്ങളിലും വളരെ വിഖ്യാതിയുള്ള ഒരു രാജ്യമാക്കി തീർത്തു തൻ്റെ രാജ്യത്തിനെ. അതായത് അതിപ്രഗത്ഭനായിട്ടുള്ള മഹാബലി ഭരിക്കുന്ന രാജ്യം, സമ്പദ് സമൃദ്ധമായിട്ടുള്ള രാജ്യം, ദാരിദ്ര്യം എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ലാത്തതായിട്ടുള്ള രാജ്യം എന്നുള്ള രീതിയിൽ ആ രാജ്യത്തിന് ലോകമെമ്പാടും പ്രസിദ്ധി ഉണ്ടാക്കി. അതിനായിട്ട് അത്യധ്വാനം ചെയ്തു എന്നർത്ഥം. അങ്ങനെ ദേവന്മാരെ പോലും ജയിച്ചിട്ടാണ് മഹാബലി തൻ്റെ രാജ്യം അത്ര ഭംഗിയാക്കി തീർത്തത്. നമുക്ക് 6ാമത്തെ ശ്ലോകം നോക്കാം. അത് 3 വരികളുണ്ട്. യജ്ഞം ചകാര സുമഹാനസുരേന്ദ്രോ മഹാബല
ബലേസ്തു യജമാനസ്യ ദേവാസ്സാഗ്നിപുരോഗമാഃ സമാഗമ്യ സ്വയം ചൈവ വിഷ്ണുമൂചുരിവാശ്രമേ. അതൊക്കെ കഴിഞ്ഞിട്ട് ബലം ഒന്നുകൂടി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് യാഗം ചെയ്തു. സാധാരണഗതിയിൽ അസുരന്മാർ യാഗമൊന്നും ചെയ്യാറില്ല. യാഗം ചെയ്തിട്ടുണ്ടെങ്കിൽ ദേവന്മാരെ ക്ഷണിക്കണം, ദേവന്മാർക്ക് അതിൻ്റെ പങ്ക് കൊടുക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അവർ തമ്മിൽ ചേരാത്ത ആൾക്കാരാണ്. പക്ഷേ മഹാബലിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മഹാബലി വളരെ ഈശ്വരൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഈശ്വരൻ്റെ സംരക്ഷണമുള്ള ആളാണ്. പ്രഹ്ലാദൻ്റെ വംശത്തിൽ പിറന്നവനാണ് എന്ന് മേൽപ്പത്തൂർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം എന്ന് പറയുന്ന ദിക്കിൽ കാണാൻ പറ്റും. എൻ്റെ തലയിലേക്ക് അങ്ങയുടെ ഒരു കാലെടുത്തു വച്ചിട്ട് എൻ്റെ വാക്ക് സത്യമാക്കി തീർക്കൂ എന്ന് വാമനമൂർത്തിയോട് മഹാബലിക്ക് പറയാൻ തോന്നിയത് പ്രഹ്ലാദൻ്റെ വംശത്തിൽ ജനിച്ചതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേവലം ഈ ദേവന്മാരെയും യാഗാദി കർമ്മങ്ങളെയും ഒക്കെ എതിർക്കുന്ന ഒരു രൂക്ഷ സ്വഭാവിയായിട്ടുള്ള ഭയങ്കരനായിട്ടുള്ള ഒരു രാക്ഷസ രാജാവോ അല്ലെങ്കിൽ അസുരനൊന്നും ആയിരുന്നില്ല മഹാബലി. അതുകൊണ്ട് തന്നെ മഹാബലി നല്ല ഭംഗിയായിട്ടൊരു യാഗം ചെയ്തു. ആ യാഗത്തിൽ പങ്കുപറ്റാൻ വേണ്ടിയിട്ട് ഇന്ദ്രാദി ദേവന്മാരൊക്കെ വന്നു. അതാണ് സുമഹാൻ അസുരേന്ദ്ര മഹാബല ബലേസ്തു യജമാനസ്യ ദേവാസ്സാഗ്നി പുരോഗമാ. ആ ബലിയുടെ യാഗം, ആ യാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സ്വർഗലോകത്ത് നിന്ന് പുറപ്പെട്ടവരായിട്ടുള്ള സാഗ്നി പുരോഗമാഹ ദേവാഹ, അഗ്നിയോട് കൂടിയിട്ടുള്ള അഗ്നി തുടങ്ങിയിട്ടുള്ള ദേവതകളോട് കൂടിയിട്ടുള്ള മറ്റു ദേവന്മാരെല്ലാവരും തന്നെ സമാഗമ്യ താഴേക്ക് വന്നിട്ട് ഭൂമിയിലേക്ക് വന്നിട്ട്, അവിടെയാണല്ലോ യാഗം നടക്കുന്നത്, അവിടേക്ക് വന്നിട്ട് എവിടേക്ക് പോയി? ആശ്രമത്തിൽ ചെന്നിട്ട് ആശ്രമേ സ്വയം സമാഗമ്യ ഭഗവാൻ വാമനമൂർത്തിയുടെ ആശ്രമത്തിലേക്ക് അവരെല്ലാവരും കൂടി തന്നെത്താൻ ചെന്നിട്ട്, ആരുടെയും ക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല, സ്വയമേവ ചെന്നിട്ട് വിഷ്ണും ഊജോ വിഷ്ണുവിനോട് ഇപ്രകാരം പറഞ്ഞു. അതായത് മഹാബലിയുടെ ശക്തമായിട്ടുള്ള ഭരണത്തിനെ പറ്റിയിട്ട്, അത് അസുരനാണല്ലോ അതൊക്കെ ചെയ്യണത്, അതുകൊണ്ട് ആ ബലിയുടെ ഭരണത്തിനെ പറ്റിയിട്ടൊക്കെ ദേവന്മാർ വിഷ്ണുവിനോട്, വാമനമൂർത്തിയായിട്ട് സിദ്ധാശ്രമത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന വിഷ്ണുവിനോട് പറഞ്ഞു കൊടുത്തു എന്നർത്ഥം. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അധതസ്യ അപ്രമേയസ്യ വചനം പരിപൃച്ഛത വിശ്വാമിത്രോ മഹാതേജ വ്യാഖ്യാതുമുപചക്രമേ ഇഹ രാമ മഹാഭാഗോ വിഷ്ണുർദേവ നമസ്കൃത വർഷാണി സുബഹൂനീഹ തഥാ യുഗശതാനി ച തപശ്ചരണയോഗാർത്ഥമുവാസ സുമഹാതപാഃ ഏഷ പൂർവാശ്രമോ രാമ വാമനസ്യ മഹാത്മനഃ സിദ്ധാശ്രമ ഇതി ഖ്യാതഃ സിദ്ധോ ഹ്യത്ര മഹാതപാഃ ഏതസ്മിന്നേവ കാലേ തു രാജാ വൈരോച നിർബലി നിർജിത്യ ദൈവതഗണാൻ സേന്ദ്രാൻ സഹ മരുദ്ഗണാൻ കാരയാമാസ തദ്രാജ്യം ത്രിഷു ലോകേഷു വിശ്രുത യജ്ഞം ചകാര സുമഹാന സുരേന്ദ്രോ മഹാബല ബലേസ്തു യജമാനസ്യ ദേവാസ്സാഗ്നി പുരോഗമാഃ സമാഗമ്യ സ്വയം ചൈവ വിഷ്ണുമൂചുരിവാശ്രമേ. എന്തൊക്കെയാണ് ഇനി തുടർന്ന് സംഭവിക്കുന്നത് എന്നുള്ളത് അടുത്ത ദിവസം കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.